ഹോല അമിഗോസ്. അങ്ങനെ 3 ഇയേഴ്സ് കാത്തിരിപ്പിന് ശേഷം നാട്ടിൽ പോവാണ്. ചെക്കിനും ഇമിഗ്രേഷനും കഴിഞ്ഞിട്ട് ഒരു ചായ കുടിക്കാമെന്ന് കരുതി ഇല്ലി കഫേ കയറി. അപ്പോഴേക്ക് വൻ ഡയലോഗാ. ചായ വേണം, ചായ വേണ്ട, എനിക്ക് അങ്ങനത്തെ ലോക്കൽ ചായകളൊന്നും പറ്റില്ല. I'm enjoying my latte. അല്പന് ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രി കൊടപിടിക്കുന്നു കേട്ടിട്ടില്ലേ? അതുപോലെ നടക്കാൻ മടിയായിട്ടല്ല കേട്ടോ എസ്കലേറ്റർ കയറിയത്, ഒട്ടും മടിയില്ലാഞ്ഞിട്ട്. കോഫി കുടിയൊക്കെ കഴിഞ്ഞ് ഗേറ്റ് ലക്ഷ്യമാക്കി നേരെ നീങ്ങി. നാട്ടിൽ പോകുന്നവർക്കറിയാം ഈ ഒരു മൊമെൻറ്റിലെ എക്സൈറ്റ്മെൻറ്റ് എത്രമാത്രം ആയിരിക്കും. കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ വീട്ടുകാരെ സുഹൃത്തുക്കളെയൊക്കെ കാണാൻ പറ്റുന്നൊരവസരമല്ല. ഓരോ ദിവസവും എണ്ണി പ്ലാൻ ചെയ്തുള്ള പോക്കാണ്. എന്നിട്ടും എങ്ങ് ചെന്ന് എത്താൻ പറ്റണില്ല. കുറേയേറെ പരാതികളും പരിഭവങ്ങളും കേൾക്കാമെന്നായിരുന്നു നാട്ടിലെത്തുമ്പോൾ. ഫൈനലി ബോർഡിങ് ചെയ്തു സൂപ്പർ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ പുറം കാഴ്ചകളെല്ലാം പരിമിതമാണ്. നീണ്ട ഒരു യാത്രയ്ക്ക് ശേഷം അങ്ങനെ കേരളത്തിൻ്റെ മണ്ണിൽ കാലുകുത്തി. ആ കാലുകുത്തിയ സന്തോഷത്തിൽ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി. ചിന്നൂസിൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു നല്ല മൊമെൻ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്തതിനുള്ള വിഷമത്തിൽ ഞാനും, അതിൻ്റെ ദേഷ്യത്തിൽ അവളും. അവിടുത്തെ വണ്ടി എടുത്താണ് അടൂർക്ക് യാത്ര തുടങ്ങിയത്. എൻ്റെ വണ്ടി ഓടിക്കാനുള്ള ക്രേസ് കാരണമാണ് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തത്. ചിന്നൂസിൻ്റെ വീട്ടിലെ വണ്ടി എടുത്ത് നേരെ അടൂർക്ക് വെച്ച് പിടിക്കുക. ഗുഡ് മോർണിംഗ് ചിന്നകുത്ത. ഉറക്കമൊക്കെ എന്തായിരുന്നു? ഉറങ്ങിയില്ലല്ലേ? ഒട്ടും ഉറങ്ങിയില്ല. നാട്ടിൽ വന്ന് ട്രെയിനിന്റെ വീഡിയോ എടുത്തോണ്ടിരിക്കണോ? പോട്ടെട്ടാ. അറ്റ് ലാസ്റ്റ് സ്വന്തം അടൂരിലെത്തി. എൻ്റെ ഇടവകപ്പള്ളിയാണിത്. എൻ്റെ മാതാവേ, എല്ലാ കാര്യത്തിനും മാതാവ് കൂടിയുള്ളതാണ് നമ്മുടെ ഒരു ധൈര്യം. കുറേ നാൾ കൂടി കാണുന്നതായോണ്ടാണെന്ന് അറിയില്ല, എന്തൊക്കെയോ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നു. പുതിയ ഒരു ഓട്ടോറിയ ഇവിടെ വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, എക്സൈറ്റ്മെൻറ്റ് കാരണം വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത വിശേഷമായിട്ട് കാണാം. ഓക്കെ, ബൈ.